അന്തരിച്ച ജയിൽ ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരം സ്വദേശി AR അനീഷിന് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ആദരം. മസ്തിഷ്ക മരണമുണ്ടായ അനീഷിന്റെ അവയവങ്ങൾ ദാനം ചെയ്തിരുന്നു. 8 പേർക്കാണ് അനീഷിന്റെ അവയവങ്ങൾ നൽകിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആദരസൂചകമായി സെറിമോണിയൽ വാക്ക് നടത്തി. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഓർഗന് വേണ്ടിയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്, മരണശേഷം ദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ വന്ന് ബ്രെയിൻ ഡെത്ത് കൺഫേം ആയപ്പോൾ ഡോക്ടേഴ്സ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ താല്പര്യമായതുകൊണ്ട് ഞങ്ങൾ ആ മൈൻഡിൽ സമ്മതിച്ചതാണ്. പുള്ളി വഴി 8 പേർക്ക് ജീവിതം കിട്ടുമല്ലേ, ഒരാൾ പോയാൽ 8 പേര് ജീവിക്കുമല്ലേ, അങ്ങനെയാണ് ഞങ്ങൾ സമ്മതിച്ചത്. ഇവിടെ എല്ലാവരെയും മെൻ്റൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ കടന്നു വന്ന അവസരത്തിൽ. അപ്പോൾ അവൻ്റെ ജീവിതം, അവൻ്റെ ഇഷ്ടം നമ്മൾ നടത്തിക്കൊടുത്തു. അതുവഴിയിട്ട് ഞങ്ങൾക്ക് പിന്നെ അവനെ കാണാം. അവൻ 8 പേരിലൂടെ എവിടെയൊക്കെയോ ഉണ്ട്. അത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. അവർ എത്രയും പെട്ടെന്ന്. ജോസി ബാബു കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ജോസി, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ 8 പേർക്ക് പുതിയ ജീവൻ നൽകിക്കൊണ്ടാണ് അനീഷ് വിട പറയുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? തിരുവനന്തപുരം പൂജപ്പുരയിലെ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസറായിരുന്ന അനീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനീഷ് 8 പേർക്കാണ് അവയവങ്ങൾ ദാനം ചെയ്തത്. 2 കൈകൾ അമൃത ആശുപത്രിയിലുള്ള രോഗിക്കും, 1 വൃക്കയും ഹൃദയവും ശ്വാസകോശവും നേത്രപടലവും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗിക്കും, മറ്റൊരു വൃക്ക കോട്ടയം എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെ രോഗിക്കും ആണ് ദാനം ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അനീഷിന് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരും കൂടാതെ ജോലിയിൽ കൂടെ ചെയ്യുന്ന സഹപ്രവർത്തകരുമൊക്കെയും ചേർന്ന് ആദരസൂചകമായി സെറിമോണിയൽ പരേഡ് നടത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുറത്തിറക്കിയ മൃതദേഹത്തെ ജീവനക്കാരും ആശുപത്രി അധികൃതരും ആദരിച്ചു. തിരുവനന്തപുരത്തേക്ക് മൃതദേഹം കൊണ്ടുപോയി വൈകിട്ടും സംസ്കാരം നടക്കും. കഴിഞ്ഞ 17-ാം തീയതിയാണ് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങവേ പമ്പയിൽ കുഴഞ്ഞു വീണ് അബോധാവസ്ഥയിലായ അനീഷിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് എത്തിക്കുന്നത്. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിഞ്ഞിരിക്കവേ ഇന്നലെ വൈകിട്ടാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. അമൃത.